ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വെസ്റ്റ് ജർമ്മനിയിലെ റൈൻ നദിയുടെ തീരത്തുള്ള ഡ്യൂസൽഡോർഫ് എന്ന സിറ്റിയിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്കാണ്. ജർമ്മനിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായ നോർത്ത് വെസ്റ്റ്ഫാലിയയുടെ തലസ്ഥാനമാണ് ഡ്യൂസൽഡോർഫ് സിറ്റി. 18 മില്യണാണ് ഇവിടുത്തെ ജനസംഖ്യ. റൈൻ നദിയുടെ തീരത്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാബിനുകളാണ് ഇത്തവണ ക്രിസ്മസ് മാർക്കറ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പൊതുവെ കൂടുതൽ തണുപ്പുള്ള സ്ഥലവും സമയവും ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ക്യാബിനുകൾ. സൗകര്യമായിട്ട് സാധനങ്ങളെല്ലാം നോക്കി വാങ്ങണമെങ്കിൽ അതിനുമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പല വർണ്ണങ്ങളിലുള്ളതും മനോഹരമായിട്ടുള്ള തിരികളും വിളക്കുകളെല്ലാം ക്രിസ്മസ് മാർക്കറ്റുകളുടെ സാധാരണ കാഴ്ചയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് തേനീച്ചയുടെ വാക്സിൽ നിന്നാണ്. തേനീച്ച വാക്സ് കൊണ്ടുള്ള മെഴുകുതിരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മെഴുകുതിരി കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും, കരിയും കുറവാണ്, മെഴുക് ഉരുകി വീഴുന്നതും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് തേനീച്ചയുടെ വാക്സിന് വില കൂടുന്നത്. ആ നീല കളറിൽ കാണുന്നതാണ് യന്ത്ര ഊഞ്ഞാൽ അഥവാ ജൈൻറ്റ് വീൽ. ഈ സ്റ്റോളിൽ നമ്മൾ കാണുന്നത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് പൂക്കളാകട്ടെ, ശലഭങ്ങളാകട്ടെ, പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ മൃഗങ്ങളോ പക്ഷികളോ എന്തുമാവട്ടെ, ഓരോരുത്തരുടെ കലാബോധവും അഭിരുചിക്കും അനുസരിച്ച് വീടിൻ്റെ ഉള്ളിലും പുറത്തും ഗാർഡനിലുമൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ആർട്ട് വർക്കുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് സീസണിലെ അലങ്കാര സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. വഴിയുടെ ഇരുവശത്തുമായിട്ട് വളരെ മജസ്റ്റിക് ആയിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കുറച്ച് മരങ്ങൾ കണ്ടോ? ഇതിൻ്റെ പേരാണ് ലണ്ടൻ പ്ലെയിൻ ട്രീസ്. വിൻ്റർ ആയപ്പോൾ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയെങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ മരങ്ങൾ കാണാനായിട്ട്. സിറ്റികളിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മരമാണിത്. ഈ മരത്തിൻ്റെ ഇലകൾക്ക് മേപ്പിൾ മരത്തിൻ്റെ ഇലകളോട് നല്ല സാമ്യമുണ്ട്. വലിപ്പമുള്ള ഇലകളായതുകൊണ്ട് തന്നെ സമ്മർ സമയത്ത് ഇതൊരു നല്ല തണൽ മരമാണ്. ഈ മരത്തിൻ്റെ കായയ്ക്കാണെങ്കിൽ കൊറോണ വൈറസിൻ്റെ ഷേപ്പാണ്. ലണ്ടൻ പ്ലെയിൻ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തടിയിൽ പുറത്തുള്ള തൊലി ഓരോ വർഷവും കൊഴിഞ്ഞു പോയിട്ട് പിന്നെ പുതിയത് വരും. അപ്പോൾ ആ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ കമോഫ്ലാഷ് പോലെ ഇരിക്കും. മിലിറ്ററിയിലുള്ള ആളുകൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു പ്രത്യേക തരം ഡ്രസ്സില്ലേ, ആ ഡിസൈനാണ് ലണ്ടൻ പ്ലെയിൻ മരത്തിൻ്റെ തടിക്കുള്ളത്. ബ്രൗണും യെല്ലോയും ക്രീമും വെള്ളയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ. ഓരോ വർഷവും തൊലി ഉണങ്ങിപ്പോയി കഴിയുമ്പോൾ കമോഫ്ലാഷ് പോലെയാണ് ഇരിക്കുക. എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളിലും കാണുന്ന 2 ഐറ്റംസാണ് ഗ്ലൂ വൈനും ഫയർ സാങ്ങൻ പോലെ അല്ലെങ്കിൽ തീനാളങ്ങളുടെ പാനീയം. ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ള വൈൻ. അത് റെഡ് വൈനോ വൈറ്റ് വൈനോ ആകാം. അതിൻ്റെ കൂടെ വിൻ്റർ സ്പൈസസും ഓറഞ്ചോ ആപ്പിളോ നാരങ്ങയോ പോലുള്ള ഫ്രൂട്ട്സും ചേർക്കും. കറുകപ്പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ അനീസ് ഇവയാണ് വിൻ്റർ സ്പൈസസ്. നല്ല തണുപ്പുള്ള സമയത്താണ് ഇത് മിക്കവാറും ആളുകൾ കുടിക്കുന്നത്. എന്നാൽ ഫയർ സാങ്ങൻ ബോളെ എന്ന് പറഞ്ഞാൽ ഈ സെയിം ഡ്രിങ്കിൻ്റെ കൂടെ ഹൈ പെർസെൻറ്റ് ആൽക്കഹോളായിട്ടുള്ള റമ്മ് ചേർത്ത് ക്യാരാമലൈസ് ചെയ്ത ഷുഗറും കൂടി ചേർക്കുമ്പോഴാണ് ഫയർ സാങ്ങൻ ബോളെ റെഡിയാവുന്നത്. ചാക്കുകളായിട്ട് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, അതാണ് ചെസ്നട്ട്. ചെസ്നട്ട്സ് അഥവാ മറോണൻ ചുട്ടെടുത്തത് ക്രിസ്മസ് മാർക്കറ്റിലെ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൊതിയൂറുന്ന മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ക്യാബിനിലിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് റൈൻ നദിയിലുള്ള ഷിപ്പുകൾ പാസ് ചെയ്യുന്ന കാഴ്ചയും മറുവശത്ത് ക്രിസ്മസ് മാർക്കറ്റുകളുടെ തിരക്കും കാഴ്ചകളും കാണാം. നമ്മൾ ചെറുപ്പം മുതൽ പലതരം ബ്രഷുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം അറിയുകയും ചെയ്യാം. പക്ഷേ ഇവിടെ കാണുന്ന ബ്രഷുകൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഉപയോഗങ്ങളാണ് ഇവർ പറയുന്നത്. കൈ ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്, നഖം ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്, ഷേവ് ചെയ്യാൻ മറ്റൊരു തരം ബ്രഷ്, ഗാർഡൻ പണിക്ക് വേണ്ടി ഒരു ബ്രഷ്, കൈപ്പണിക്കാർക്കൊരു ബ്രഷ്, കുഞ്ഞുങ്ങളുടെ മുടി ചീകാൻ ഒരു ബ്രഷ്, മുഖം മസാജ് ചെയ്യാൻ ഒരു ബ്രഷ്, കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്. പിന്നെ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന റെക്കോർഡർ ഉണ്ടല്ലോ, ഗ്രാമഫോൺ എന്ന് പറയുന്ന ഒരു സാധനം, അതിപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ്. പിന്നെ ചെറിയ കൂണുകൾക്ക് ഇവിടെ പിൽസ് എന്നും വലിയ കൂണുകൾക്ക് ഷാംപിയോൺ എന്നുമാണ് പറയുന്നത്. അപ്പോൾ വലിയ കൂണുകൾക്ക് വേണ്ടി ഒരു ബ്രഷ്,
ചെറിയ കൂണുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറൊരു ബ്രഷ്, പിന്നെ പച്ചക്കറി ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്, ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്, പിന്നെ എസ്പ്രസ്സോ മെഷീൻ ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്, പ്ലഗ് പോയിൻ്റ് ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ്. പ്ലഗ് പോയിൻ്റ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് ഡ്രൈ ആയിട്ടേ ബ്രഷ് ഉപയോഗിക്കാവൂന്ന്. കാട്ടുപന്നിയുടെ കുറ്റിരോമം കൊണ്ടുള്ള ബ്രഷ്, മരം കൊണ്ടുള്ള ബ്രഷ്, പിന്നെ ചീപ്പ്, ഇങ്ങനെ പല വിധത്തിലുള്ള ബ്രഷുകളാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നും ഇത് ഉണ്ടാക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, സംശയം നിവാരണം ചെയ്യാം എന്നുള്ളതാണ് ഈ സ്റ്റാളുകളുടെ സവിശേഷത. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യവും സസ്റ്റൈനബിലിറ്റിയുടെ കാര്യമൊന്നും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മണ്ണെണ്ണ വിളക്കുകൾ ഓർമ്മയുണ്ടോ? അതുപോലുള്ള ഓട്ട് വിളക്കുകളാണ് ഇവിടെ കാണുന്നത്. അതിനുള്ളിൽ വെച്ച് കത്തിക്കാൻ പറ്റിയ സാമ്പ്രാണിത്തിരി പോലുള്ള തിരികളും പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള തിരികളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ചെറിയ തിരിക്ക് 3 യൂറോ ആണ് വില. പക്ഷേ ഒരുപക്ഷെ കുറേ ഡ്യൂറേഷൻ കിട്ടുമായിരിക്കും. എന്തായാലും വിവിധ തരത്തിലുള്ള അരോമയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ പല ഫ്ലേവറിലുള്ള സാമ്പ്രാണി തിരികളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കട കണ്ടപ്പോൾ എനിക്ക് പണ്ട് കാലത്ത് ചില്ലുഭരണിയിൽ ചെറിയ മിഠായി വെച്ച് വിൽക്കുന്ന കടകളാണ് ഓർമ്മ വന്നത്. ശരിക്കും ഒരു നൊസ്റ്റാൾജിയ. അന്ന് 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ 10 മിഠായി കിട്ടും. അതും നാരങ്ങയുടെ അല്ലി പോലത്തെ മഞ്ഞയും ഓറഞ്ചും ചുമപ്പും കളറുള്ള മിഠായികൾ. എനിക്കാണെങ്കിൽ നല്ല ചുമയുള്ള ദിവസമായിരുന്നു. കടക്കാരൻ്റെ ഓഫർ 10 യൂറോയ്ക്ക് 3 പാക്കറ്റ് കിട്ടുമത്രേ. ചുമയ്ക്ക് പറ്റിയ മിഠായിയാണ് എനിക്ക് വേണ്ടതെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അയാൾ 3 എണ്ണമാണ് കാണിച്ചു തന്നെ. ഇഞ്ചി സേജ് ലിക്കറിഷ്. ഞാൻ സേജ് എന്നുള്ള ഔഷധ ചെടിയുടെ മിഠായിയാണ് വാങ്ങിയത്. സാൽബൈ എന്നാണ് ഇതിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. എന്തായാലും ചുമയ്ക്കിത് വളരെ നല്ലതാണെന്ന് മനസ്സിലായി. ജർമ്മനിയിലുടനീളം ഏറ്റവും പോപ്പുലറായ ഫാസ്റ്റ് ഫുഡാണ് ബ്രാറ്റ്വൂർസ്റ്റ് എന്നറിയപ്പെടുന്ന സോസേജും ഫ്രഞ്ച് ഫ്രൈസും. ഈ കടയിൽ എപ്പോഴും നല്ല തിരക്കാണ്. കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് വഴിയുടെ മറ്റേ സൈഡിലേക്ക് നോക്കാം. വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ജോലി കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇറ്റാലിയൻ സ്പെഷ്യാലിറ്റികളാണ് നമ്മളിവിടെ കാണുന്നത്. പലതരത്തിലുള്ള പാസ്ത. ഇറ്റാലിയൻ നാഷണൽ ഫ്ലാഗിൻ്റെ കളറ് തന്നെയാണ് കടയ്ക്കും കൊടുത്തിരിക്കുന്നത്. വെള്ളയും പച്ചയും ചുമപ്പും. എന്താ മാച്ചിങ് അല്ലേ? ലോക പ്രശസ്തമായ സ്പാനിഷ് പോട്ടറിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയ കടയാണ് ഇത്. വിവിധ വർണ്ണങ്ങളിൽ ട്രഡീഷണലായി കൈകൊണ്ടുണ്ടാക്കിയ സെറാമിക് പാത്രങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്ത സ്റ്റോൾ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു സംഭവമാണ് സ്പൈസസ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സ്പൈസസാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത് അർജൻറ്റീനിയൻ സ്റ്റേക്കിനുള്ള മിക്സ് ആയിക്കോട്ടെ, ഇറ്റാലിയൻ പാസ്തയ്ക്കുള്ള മിക്സ്, മെഡിറ്ററേനിയൻ ഡിഷസ്, അറേബ്യൻ ഡിഷസ്, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഡിഷസ്, സൗത്ത് അമേരിക്കൻ ഡിഷസ്, ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്പൈസസ് ഇവിടെ കിട്ടും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ബേ ലീവ്സ്, മസാലക്കൂട്ടിൻ്റെ പൊടികൾ, അതും യൂറോപ്യൻ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാഴ്സ്ലി, റോസ്മേരി, ബേസിൽ ലീവ്സ്, ഓറിഗാനോ, തൈംസ്. ഇതുകൂടാതെ ഇവിടെ ആളുകൾ കുടിക്കുന്ന വിവിധ ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കിയ ചായയും ഇവിടെയുണ്ട്. ഇവിടെ കാണുന്നതാണ് ചായ് ടീ. ചായ് ടീയിലുള്ള ഇൻഗ്രീഡിയൻസ് വായിച്ചപ്പോഴാണ് ചായയില, മല്ലി, ഇഞ്ചി, ഓറഞ്ച്, കാർഡമം, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, ബ്ലാക്ക് പെപ്പർ, ഇത്ര സാധനങ്ങളാണ് ഈ ഒരു ചായ് ടീയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അടുത്തത് മൊറോക്കോയിൽ നിന്നുള്ള പല വർണ്ണങ്ങളിലുള്ള കുരുമുളക്. പച്ചയും ചുമപ്പും വെള്ളയും കറുത്തതും എല്ലാമുണ്ട്. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിസ്റ്റൽ സോൾട്ട്. പിന്നെ ചൈനയിൽ നിന്നുള്ള പിരി മുളക്, അതായത് ക്രഷ് ചില്ലിയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടുത്തെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഭക്ഷണമാണ് റോസ്റ്റഡ് പൊട്ടാറ്റോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സും ഇവിടെയുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പാർസ്ലി, സോൾട്ട്, പെപ്പർ, ക്യാപ്സിക്കം, ഒറിഗാനോ, റോസ്മേരി, ഉള്ളി, പെരുംജീരകം, തൈം. ഇത്ര സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മഞ്ഞ പാക്കറ്റിൽ മഞ്ഞൾപ്പൊടിയും കൂടിയുണ്ട്. ജാതിക്ക കായയാണ് ഇവിടെ കാണുന്നത്.
400 ഗ്രാം ജാതിക്കാക്കായ്ക്ക് 18 യൂറോ ആണ് വില എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ മെറ്റൽ കൊണ്ടുള്ള കാറ്റാടിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിമനോഹരമായ ഈ കാറ്റാടി ഒരു ചെറിയ കാറ്റ് മതി പ്രവർത്തിപ്പിക്കാനായിട്ട്. വീടിനുള്ളിലായാലും പുറത്തായാലും കളർഫുള്ളായിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് പീസാണിത്. ഇതുവരെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ സ്ട്രീറ്റ് പെർഫോമേഴ്സ് പാട്ട് കഴിയുമ്പോൾ പൈസ ചോദിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. മ്യൂസിക് പ്രോഗ്രാം കഴിയുമ്പോൾ ആളുകൾ പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും പൈസ ആ പാത്രത്തിലോ തൊപ്പിയിലോ ഇട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കീബോർഡ് വായിക്കുന്ന ആളുടെ പുറകിലായിട്ട് ഒരു QR കോഡ് കാണിച്ചിട്ടുണ്ട്. QR കോഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി. എന്താ അല്ലേ? ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന സാധനമാണ് നട്ട്സ്. അത് എല്ലാ തരത്തിലുള്ള നട്ട്സും ഇവിടെയുണ്ട്. വാൽനട്ട്, ചെസ്നട്ട്, ഹേസൽനട്ട്, കാഷ്യൂനട്ട്, ബദാം, പിസ്ത. ഈ നട്ട്സ് എല്ലാം വറുത്തെടുത്ത് ഷുഗർ, കാരാമൽ, ചോക്ലേറ്റ് അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ കോട്ട് ചെയ്ത് വിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത്. തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള നട്ട്സ് കഴിക്കാൻ ആരും ഇഷ്ടപ്പെടും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് മക്കഡാമിയ നട്ട്സാണ്. ടേസ്റ്റും കൂടുതലാണ്, വിലയും കൂടുതലാണ്. അതിമനോഹരമായ പ്രകാശം പരത്തുന്ന ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ചെറുപ്പകാലത്തെ ക്രിസ്മസ് ഓർത്തു പോകും. അന്ന് ക്രിസ്മസിന് ഒരു നക്ഷത്രം മതിയായിരുന്നു. എന്ത് രസമായിരുന്നു. ഇന്നിപ്പോൾ എത്ര അലങ്കാരങ്ങളുണ്ടായാലും അത്ര രസം തോന്നുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രിസ്മസ് സ്റ്റോളാണ് ഇവിടെ ഈ കാണുന്നത്. പേഡ് പെരെ എന്ന് ഇതിനെ പറയാം. ഒരു ഫ്രഞ്ച് വാക്കാണിത്. അതായത് നമ്മൾ വീടുകളിൽ എയർ ഫ്രഷ്നറായിട്ടോ അല്ലെങ്കിൽ ഡെക്കറേഷനായിട്ടോ ഒക്കെ ഇത് വയ്ക്കും. അവനവൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്ലവേഴ്സും അതുപോലെ വിൻ്റർ സ്പൈസസും നാരങ്ങയുടെയോ ഓറഞ്ചിൻ്റെയോ ഒക്കെ തൊലിയും ഇതിൽ കാണും. കറുകപ്പട്ടയും ഗ്രാമ്പൂവും സ്റ്റാർ അനീസുമാണ് വിൻ്റർ സ്പൈസസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പൈൻ മരത്തിൻ്റെ വിത്തും ഇലകളും എല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നനവുള്ള സ്ഥലത്ത് കാണുന്ന പച്ച നിറത്തിലുള്ള മൂസ് ഉണക്കിയത്, അതുപോലെ തേങ്ങയുടെ ചിരട്ടയും പുറന്തോടും ഒക്കെ തന്നെ ഇവിടെ ഉപയോഗിച്ച് വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനൊരു സ്റ്റോൾ ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല ഇതിലെ പാസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ സുഗന്ധം നമ്മുടെ മൂക്കിലെത്തും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ. അത് ഗ്ലൂ വൈൻ കുടിക്കാനായാലും കുട്ടികളെ കരോസലിൽ കറക്കാനായാലും ബ്രാറ്റ്വൂർസ്റ്റ് അഥവാ സോസേജ് കഴിക്കാനായാലും ഓരോ സ്റ്റാളിൻ്റെ മുമ്പിലും വലിയ നീണ്ട നിരകളാണ്. ഡ്യൂസൽഡോർഫ് സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത കള്ള് ഷാപ്പുകൾ നിരനിരയായിട്ട് ഏറ്റവും കൂടുതൽ നീളത്തിലുള്ളത് ഇവിടെയാണെന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. അത് ഈ പാരലൽ സ്ട്രീറ്റുകളിലാണ്. ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ കള്ള് ഷാപ്പുകൾ പാസ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഡ്രങ്കായിട്ടുള്ള ആളുകളെ നമ്മളിവിടെ അധികം കാണില്ല. യൂറോപ്യൻസിന് പൊതുവെ ആൽക്കഹോൾ ടോളറൻസ് കൂടുതലാണ് എന്നത് തന്നെ കാരണം. ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ഏഷ്യൻ പോപ്പുലേഷന് ആൽക്കഹോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു എൻസൈം ഡെഫിഷ്യൻസി ഉണ്ട്. ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ള എൻസൈമാണ് ആൽക്കഹോൾ ബ്രേക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. ഈ മെറ്റബോളൈസിങ് എൻസൈം മിസ്സാകുന്നതാണ് നമ്മുടെ പ്രശ്നം. താങ്ക്